ശ്രീകണ്ഠപുരം പരിപ്പായിൽ അടുക്കത്തൊരു വീട്ടിൽ വിറകുപുരയിൽ നിന്നും മൂർഖൻ പാമ്പിനെ പിടികൂടി. ശ്രീകണ്ഠപുരം മാപ്പിള എൽ.പി. സ്കൂൾ അധ്യാപകനും കേരള ഫോറസ്റ്റ് സർപ്പ വാളണ്ടിയർ അംഗവുമായ വിജയകുമാറാണ് ഉഗ്രവിഷമുള്ള മൂർഖൻ പാമ്പിനെ പിടികൂടിയത്. ശ്രീകണ്ഠപുരം പരിപ്പായിൽ അടുക്കത്തുള്ള സാബുവിന്റെ വീടിന് സമീപത്തുള്ള വിറകുപുരയിൽ നിന്നും ശക്തമായി പാമ്പ് ചീറ്റുന്നത് കേട്ടാണ് സംശയം ഉണ്ടായത്. വിറകെടുക്കാൻ പോയ സാബുവിന്റെ ഭാര്യയാണ് ശബ്ദം കേട്ടത്. ഉടൻ തന്നെ വിജയകുമാറിനെ വിവരം അറിയിക്കുകയായിരുന്നു. വിജയകുമാർ സ്ഥലത്തെത്തി ഉഗ്രവിഷമുള്ള മൂർഖൻ പാമ്പിനെ പിടികൂടുകയായിരുന്നു. ശ്രീകണ്ഠപുരം MA LP സ്കൂൾ അധ്യാപകനാണ് വിജയകുമാർ. കേരള ഫോറസ്റ്റ് കണ്ണവം ഫോറസ്റ്റ് ഓഫീസിൽ വെച്ച് നടത്തിയ പാമ്പുപിടുത്തത്തിലുള്ള പരിശീലനം പൂർത്തിയാക്കി ലൈസൻസ് നേടിയിട്ടുണ്ട് ഇദ്ദേഹം. പരിപ്പായി സ്വദേശി കൂടിയായ വിജയകുമാർ വന്യജീവി സംരക്ഷണ സംഘടനയായി കണ്ണൂർ ജില്ലയിൽ പ്രവർത്തിക്കുന്ന പ്രസാദ് ഫാൻസ് അസോസിയേഷൻ അംഗവുമാണ്. മുൻ ചെങ്ങളായി ഗ്രാമപഞ്ചായത്ത് അംഗം കൂടിയാണ് വിജയകുമാർ. താന്ത്രിക ആധ്യാത്മിക ആചാര്യനും പൊതുപ്രവർത്തകനും കൂടിയാണ്. കഴിഞ്ഞ ഒരു വർഷ കാലയളവിനുള്ളിൽ ഏകദേശം 200-ലധികം പാമ്പുകളെ വിജയകുമാർ പിടികൂടി ഫോറസ്റ്റ് നിർദ്ദേശാനുസരണം അവയുടെ ആവാസ കേന്ദ്രങ്ങളിൽ അയച്ചു കഴിഞ്ഞു. ചെങ്ങളായി, ശ്രീകണ്ഠപുരം, മലപ്പട്ടം, കുറുമാത്തൂർ, തളിപ്പറമ്പ്, ഏരുവേശി, പയ്യാവൂർ, പാനൂർ, ഇരിക്കൂർ തുടങ്ങി വിവിധ പഞ്ചായത്തുകളിൽ നിന്നും വിജയകുമാറിനെ തേടി പാമ്പ് പിടുത്തത്തിനായി എത്തുന്നത് നിരവധി ഫോൺ കോളുകളാണ്. ഞാൻ വിജയകുമാർ, ശ്രീകണ്ഠപുരം മാപ്പിള LP സ്കൂൾ അധ്യാപകനാണ്. ഇപ്പോഴേ കേരള ഫോറസ്റ്റ് പാമ്പുകളുടെ സംരക്ഷണത്തിന് വേണ്ടി രൂപീകൃതമായിട്ടുള്ള സർപ്പ വളണ്ടിയറിലെ അംഗമാണ്. പാമ്പുകളെ സംബന്ധിച്ചിടത്തോളം പാമ്പുകളെ പറ്റിയുള്ള പേടിയും ഭയപ്പാടൊക്കെ മാറ്റാനും നമ്മുടെ വീടുകളിലും മറ്റ് നമ്മുടെ താമസിക്കുന്ന സ്ഥലങ്ങളിലൊക്കെ പാമ്പുകൾ വരുന്നത് മൂലം നമുക്കുണ്ടാവുന്ന ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും മാറ്റുന്നതിന് അവയെ പിടിക്കുകയും അതിൻ്റെ ആവാസ വ്യവസ്ഥയിലേക്ക് ഫോറസ്റ്റ് ഓഫീസറുടെ നിർദ്ദേശാനുസരണം അവരുടെ അനുമതിയോടുകൂടി വിട്ടയക്കുന്നതിന് വേണ്ടിയിട്ടുള്ള സർപ്പ വളണ്ടിയർ ടീമിൽ അംഗമാണിപ്പോൾ. കേരള ഫോറസ്റ്റ് കണ്ണവം റേഞ്ച് ഫോറസ്റ്റ് ഓഫീസിൽ വെച്ച് നടത്തിയ ട്രെയിനിങ്ങിലും പരിശീലനത്തിലും പങ്കെടുക്കുകയും അവിടെ നിന്നും പാമ്പിനെ ഹാൻഡിൽ ചെയ്യുന്നതിനും റെസ്ക്യൂ ചെയ്യുന്നതിനും വേണ്ടിയിട്ടുള്ള ലൈസൻസ് നേടിയെടുക്കുകയും ചെയ്തിട്ടുണ്ട്. അതുപോലെ നമുക്ക് വേണ്ട പിന്തുണ, അതിന് വേണ്ട കൂടുതൽ പരിശീലനവും മറ്റ് വൈൽഡ് ലൈഫായി ബന്ധപ്പെട്ടുള്ള മറ്റ് ജീവികളുടെ റെസ്ക്യൂ ചെയ്യാനും അവയെ കൈകാര്യം ചെയ്യുന്നതിനും വേണ്ടതായിട്ടുള്ള പരിശീലനങ്ങൾ ഇതിൻ്റെയൊക്കെ ഒരു സംഘടനയായ കണ്ണൂർ ജില്ലയിലുള്ള പ്രസാദ് ഫാൻസ് അസോസിയേഷൻ എന്ന് പറഞ്ഞിട്ടുള്ള സംഘടനയിൽ കൂടി അതിന് ആവശ്യമായിട്ടുള്ള പരിശീലനങ്ങളും പരിശീലന ക്ലാസ്സുകളൊക്കെ നിരന്തരം ലഭിച്ചുകൊണ്ടിരിക്കുന്നു. അങ്ങനെ നമ്മുടെ നാടുകളിൽ അപകടം പറ്റിയതും മറ്റ് ആ രീതിയിലൊക്കെ നമ്മുടെ താമസ സ്ഥലങ്ങളിലേക്ക് വരുന്ന വന്യജീവികളും പാമ്പുകളും അടക്കമുള്ള മറ്റ് ജീവികളെയൊക്കെ സേഫായ രീതിയിൽ ഹാൻഡിൽ ചെയ്ത് പിടിച്ച് അതിനെ ആവാസ വ്യവസ്ഥയിലേക്ക് വിടുക എന്നുള്ള ഒരു പ്രവർത്തന ലക്ഷ്യം കൂടി ഈ പറഞ്ഞ പ്രസാദ് ഫാൻസ് അസോസിയേഷൻ എന്ന് പറഞ്ഞ സംഘടനയ്ക്കുണ്ട്. അതിൻ്റെ ഭാഗമായിട്ടും പ്രവർത്തിക്കുന്നു.